നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. പരാജിതന്റെ സമവായം. സമാജ്വാദി പാർട്ടിയിൽ മകനോട് മത്സരിച്ച് പാർട്ടിയും ചിഹ്നവും പോയ മുലായം സിംഗ് സമവായത്തിനെന്ന സൂചന. പിണങ്ങി പിരിഞ്ഞാൽ പുതിയ പാർട്ടി രൂപീകരിക്കേണ്ടി വരും. MP സ്ഥാനം നഷ്ടപ്പെടുത്തേണ്ടി വരുന്ന ആത്മഹത്യാപരമായ എടുത്തുചാട്ടത്തിന് മുലായം തയ്യാറാകില്ലെന്ന് റിപ്പോർട്ട്. ഒത്തുതീർപ്പ് ഫോർമുലയുമായി അഖിലേഷിനെ കണ്ട മുലായത്തിന്റെ ആവശ്യം വിശ്വസ്ത അനുയായികൾക്ക് സീറ്റ് നൽകണമെന്ന് മാത്രം. മുലായം കൈമാറിയ പട്ടികയിൽ സഹോദരൻ ശിവപാൽ യാദവിന്റെയും ഇളയ മകൻ പ്രതീകിന്റെ ഭാര്യ അപർണയുടെയും പേരുകൾ. അതിനിടെ BJPക്കെതിരെ കോൺഗ്രസിനെയും ചെറുകക്ഷികളെയും സഖ്യത്തിലാക്കി അഖിലേഷിന്റെ സൈക്കിൾ മഹായജ്ഞത്തിന് തുടക്കം. പിന്തുണയ്ക്കാൻ നിതീഷും ലാലു പ്രസാദും അജിത് സിംഗിന്റെ രാഷ്ട്രീയ ലോക്ദളും. UPയിൽ വേരോട്ടമില്ലെങ്കിലും തൃണമൂലുമായി മമതയും മഹാസഖ്യത്തിന്റെ കുടക്കീഴിൽ. ധാരണയിലെ ദീർഘനിശ്വാസം. പാർട്ടി നേതൃത്വത്തോടുള്ള കടുംപിടുത്തം ഉപേക്ഷിച്ച് ഉമ്മൻചാണ്ടി അയഞ്ഞതിന്റെ ആശ്വാസത്തിൽ സംസ്ഥാന കോൺഗ്രസ്. നടക്കാനിരിക്കുന്ന KPCC വിശാല നിർവാഹക സമിതിയിലും ഫെബ്രുവരി ആദ്യം ചേരുന്ന രാഷ്ട്രീയ കാര്യസമിതിയിലും ഉമ്മൻചാണ്ടി പങ്കെടുക്കും. എന്നാൽ നീരസം തണുപ്പിച്ച കൂടിക്കാഴ്ചയിലെ ധാരണകളിൽ അവ്യക്തത. നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ മുന്നൊരുക്കങ്ങളുടെ തിരക്കിലും ഉമ്മൻചാണ്ടിയുമായി കൂടിക്കാഴ്ചയ്ക്ക് രാഹുൽ സന്നദ്ധനായത് ശുഭസൂചകമെന്ന വിശ്വാസത്തിൽ A ഗ്രൂപ്പ്. സംസ്ഥാനത്തെ സംഘടനാ പ്രശ്നങ്ങളുടെ ആഴം ഹൈക്കമാൻഡിന് വ്യക്തമായി. ഉമ്മൻചാണ്ടിയുടെ ആവശ്യം അനുസരിച്ചുള്ള സംഘടനാ തിരഞ്ഞെടുപ്പ് വൈകാതെ നടക്കുമെന്നും A ഗ്രൂപ്പിൽ പ്രതീക്ഷ. എന്നാൽ കൂടിക്കാഴ്ചയിൽ കാര്യമായൊന്നും സംഭവിച്ചില്ലെന്ന പരിഹാസവുമായി എതിർ ക്യാമ്പ്. നടന്നത് DCC പുനഃസംഘടനയിലെ പരിഭവം പറച്ചിൽ മാത്രം. തൽക്കാലം ഉമ്മൻചാണ്ടിയുടെ നിസ്സഹകരണ ഭീഷണി ഒഴിഞ്ഞതോടെ കാര്യങ്ങൾ സുഗമമായി തുടരുമെന്ന ആശ്വാസത്തിൽ സംഘടനാ നേതൃത്വം. എതിർപ്പിന്റെ രാഷ്ട്രീയം. സംഘപരിവാർ വിരുദ്ധരായ സാംസ്കാരിക നായകർക്കു നേരെ കടുത്ത വിമർശനവുമായി BJP. സാംസ്കാരിക നായകരുടെ നീതിബോധം കേരളം വിലയിരുത്തണമെന്ന് പാർട്ടി സംസ്ഥാന കൗൺസിൽ രാഷ്ട്രീയ രേഖ. പുരസ്കാരങ്ങൾക്ക് മുന്നിൽ സാഹിത്യകാരന്മാർ മനുഷ്യത്വം പണയപ്പെടുത്തുന്നതായും വിമർശനം. അതേസമയം സംസ്ഥാനത്ത് ദേശീയ ജനാധിപത്യ സഖ്യം വിപുലീകരിക്കാനുള്ള നീക്കത്തിൽ KM മാണിയുമായും സഖ്യമാകാമെന്ന് സംസ്ഥാന സമിതി. രാഷ്ട്രീയത്തിൽ ആരും തൊട്ടുകൂടാത്തവരല്ല. വ്യക്തിയുടെ അഴിമതിയുടെ പേരിൽ ഏതെങ്കിലും പാർട്ടിയെ മാറ്റി നിർത്തേണ്ട കാര്യമില്ലെന്നും കൗൺസിൽ തീരുമാനം. വൈദ്യുതിയിൽ ആഘാതം. വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായ കേരളത്തിൽ നിരക്ക് വർധന സംബന്ധിച്ച ആലോചനകൾക്കായി കമ്മീഷൻ ഉപദേശക സമിതി യോഗം ഇന്ന്. ബോർഡ് ചെയർമാന്റെ അധ്യക്ഷതയിൽ ചേരുന്ന പ്രത്യേക യോഗം റെഗുലേറ്ററി കമ്മീഷൻ ഫിയറിംഗ് പൂർത്തിയായ സാഹചര്യത്തിൽ വ്യവസായ ആവശ്യങ്ങൾക്ക് യൂണിറ്റിന് ശരാശരി 30 പൈസയും ഗാർഹിക ഉപഭോക്താക്കൾക്ക് 25 പൈസ വരെയും വർധന പരിഗണനയിൽ. പ്രതിമാസ ഉപയോഗം 40 യൂണിറ്റിൽ താഴെയുള്ളവർക്ക് നിരക്ക് വർധന ഉണ്ടാകില്ല. ചെറുകിട സ്ഥാപനങ്ങളെയും സ്വകാര്യ ആശുപത്രികളെയും നിരക്ക് വർധനയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യവും ചർച്ചയ്ക്ക്. 7 കേന്ദ്രങ്ങളിലായി നടന്ന ഫിയറിംഗിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിരക്ക് വർധനയിൽ ഭേദഗതിക്കും ആലോചന. ദുരന്തം വിതച്ച അബദ്ധം. നൈജീരിയയിൽ ലക്ഷ്യം പിഴച്ച വ്യോമസേന ആക്രമണത്തിൽ 100-ലധികം അഭയാർത്ഥികൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. 120ഓളം പേർക്ക് പരിക്ക്. അബദ്ധത്തിൽ സംഭവിച്ച ആക്രമണത്തെ ശക്തമായി അപലപിച്ച് നൈജീരിയൻ പ്രസിഡന്റ് മുഹമ്മദ് ബുഹാരി. ബൊക്കോ ഹറാം തീവ്രവാദികളുടെ ശക്തി കേന്ദ്രമായ കാമറൂൺ അതിർത്തിയിൽ ഭീകര ക്യാമ്പെന്ന ധാരണയിലായിരുന്നു വ്യോമസേന ആക്രമണം. കൊല്ലപ്പെട്ടവരിൽ തങ്ങളുടെ 6 സന്നദ്ധ സേവകരും ഉൾപ്പെട്ടതായി റെഡ് ക്രോസ്. അതിർത്തിയിൽ തീവ്രവാദികൾക്കു നേരെ നൈജീരിയ നടത്തുന്നത് അന്തിമ പോരാട്ടം. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.